ഈവനിംഗ് സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. സോളാർ വിവാദത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഉരുകിയൊലിക്കുകയാണ്. ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് രാജ്യസന്നദ്ധത അറിയിച്ച ഉമ്മൻചാണ്ടിയെ അല്ല പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ കണ്ടത്. ഓരോ കാര്യങ്ങളെയും മാറ്റിമറിഞ്ഞും അതോടൊപ്പം തന്നെ ഒളിപ്പിച്ചു വെച്ചും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇനി അങ്ങോട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ ദിനങ്ങൾ വളരെ വളരെ നിർണായകമാണ്. എന്തു പറഞ്ഞാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇനി തുടരുക? ഈ ചോദ്യമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അവശേഷിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. സോളാർ കുരുക്കിൽ വീണ് സർക്കാർ. ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രിയോടെ മുഖ്യമന്ത്രിയുടെ രാജിക്ക് സമ്മർദ്ദമേറി. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചു. ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കും എന്ന അഭ്യൂഹങ്ങൾ സഭ പ്രതിഷേധ കളമാകുമെന്ന് ഉറപ്പായി. അവരെ ഞങ്ങളാരും അവമാനിച്ചിട്ടില്ല. ഞങ്ങളാരും അഴിമതിക്കാരായിട്ട് പറഞ്ഞിട്ടില്ല. സാറ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതും ശ്രീ കെ കരുണാകരനും കോൺഗ്രസുമാണ് എന്ന കാര്യം മറക്കരുത്. സാർ, ഞാനൊന്ന് പറഞ്ഞിട്ട് സാർ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തി തുടങ്ങി. തെറ്റയിൽ സഭയിലില്ലാത്തത് ചൂണ്ടിക്കാട്ടി ഭരണപക്ഷത്തിന്റെ പരിഹാസം. ശ്രീധരൻ നായരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള സന്ദേശമാണെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം. ഈ 164 സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതിന് വ്യത്യസ്തമായി ഒരു നിലപാട് സ്വീകരിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ എങ്ങനെ സാധിക്കും? അപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ മേൽ ആ ടീമിന്റെ മുകളിൽ ഒരു നിർദ്ദേശം കൊടുക്കത്തക്ക വിധത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടെ പറഞ്ഞത് നിയമപരമായിട്ട് ശരിയാണോ? ഇത് നിയമവാഴ്ചയുടെ ഒരു വെല്ലുവിളിയല്ലേ? കോടിയേരിയുടെ ഈ പരാമർശത്തിന് തിരുവഞ്ചൂർ നൽകിയ മറുപടിയിൽ തന്നെ സർക്കാരിന്റെ പ്രതിരോധ തന്ത്രം എന്താണെന്ന് വ്യക്തമായിരുന്നു. ഇവിടെ ഈ മജിസ്ട്രേറ്റ് കോടതി ഈ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വഴിക്കെടുത്തതിന്റെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു ചാനലിൽ ഇത് വന്നു. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് അത് പരിശോധിച്ചു. ശൂന്യവേളയിൽ CPI അംഗം C ദിവാകരന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് യൂത്ത് കോൺഗ്രസ് അതിക്രമമായിരുന്നു വിഷയം. അതുവഴി സോളാർ പ്രശ്നം സഭാതലത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. 2012 ജൂലൈ 9-നുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സരിതാ നായരും ശ്രീധരൻ നായരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിന് ഈ ദൃശ്യങ്ങൾ തെളിവാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. എല്ലാ ചോദ്യങ്ങളെയും പ്രതിരോധിച്ച് മുഖ്യമന്ത്രി വെബ് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാറില്ലെന്നും അതുകൊണ്ട് തന്നെ അത് ലഭ്യമാക്കാൻ കഴിയില്ല എന്നുമാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി നിയമസഭയിൽ ആവർത്തിച്ചു. രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ശ്രീ ദിവാകരൻ, ഒന്ന് ഞാൻ പറയാം, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് UDFന്റെ തീരുമാനം. പ്രതിപക്ഷ പ്രതിഷേധം നടുത്തളത്തിലെത്തി. സഭ പിരിഞ്ഞു. ഒപ്പം സഭയ്ക്ക് പുറത്തും പ്രതിഷേധങ്ങൾ. പോലീസിന് നേരെ കല്ലേറ്, പോലീസിന്റെ ടിയർ ഗ്യാസ് പ്രയോഗം. ഒടുവിൽ LDF മാർച്ചിന് നേരെയും പോലീസ് നടപടി. C ദിവാകരൻ അടക്കമുള്ള നേതാക്കൾക്ക് പരിക്ക്. ഗ്രനേഡ് പൊട്ടി. VSന് ദേഹാസ്വാസ്ഥ്യം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ LDF തീരുമാനം. നാളത്തെ ഹർത്താൽ പ്രഖ്യാപനവുമായി LDF കൺവീനറുടെ വാർത്താ സമ്മേളനം. അല്ലാതെ കേരളത്തിലോ ഇന്ത്യയിൽ മറ്റെവിടെയുമോ വേറൊരു പോംവഴി കാണാനില്ല. അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറില്ല. അതിന് മനുഷ്യനെ അടിച്ചമർത്തുകയാണ്. VSനെ അടക്കം
ഏതാണ്ട് ആക്രമിക്കുന്ന രീതിയിൽ നടത്തിയ ഈ പോലീസ് നരനായട്ടിന് എതിരായിട്ട് നാളെ കേരളത്തിലാകെ ഹർത്താൽ നടത്തണം എന്ന് ഞങ്ങൾ എല്ലാ വിഭാഗം ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ്. രാഷ്ട്രീയ മാഭിനിയിൽ ഉഷ്ണം കൂടുമ്പോൾ ഇനി വരുന്ന ദിനങ്ങൾ നിർണായകമാണ്. സർക്കാരിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതിപക്ഷം അനുവദിക്കുമോ? ഉമ്മൻചാണ്ടിക്ക് മറയായി ഇനി ആരെങ്കിലും ഉണ്ടോ? ഹൈക്കമാൻഡ് ഇടപെട്ടതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമോ? ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്പെഷ്യൽ എഡിഷൻ ഇന്ന് വിശദമായി. എം വി ജയരാജൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം, കോൺഗ്രസിന് എം ലിജു, മാധ്യമപ്രവർത്തകൻ എ സജീവൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വി രാജേഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ എം ലിജു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കാതിരിക്കാനുള്ള കാരണങ്ങൾ പറയാമോ താങ്കൾക്ക് ഈ ചർച്ചയുടെ തുടക്കത്തിൽ? അല്ല, മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ എന്ത് സാഹചര്യമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്ന ഒരു പ്രശ്നം, സരിതാ നായരുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ വാദിസ്ഥാനത്തുള്ള ശ്രീ ശ്രീധരൻ നായർ മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്തിട്ടുള്ള 164 സ്റ്റേറ്റ്മെൻറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടുണ്ട്, മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ പണം നൽകിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ, ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ പിന്നീട് ഈ മൊഴി നൽകുന്ന ആളിന് തിരുത്താൻ കഴിയാത്ത 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ തന്നെ അത് പോലീസ് ആവശ്യപ്പെടണം. ഇവിടെ ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പോലും പരാമർശിച്ചിരിക്കുന്ന ഒരു സാക്ഷി അല്ലെങ്കിൽ വാദി, അത് അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ മൊഴി എടുക്കുന്നതിന് പകരം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി പിന്നീട് തിരുത്താൻ കഴിയാത്തൊരു മൊഴി നൽകിയതിലൂടെ തന്നെ ഗവൺമെൻറ്റിനൊന്നും മറച്ചു വെക്കാനില്ല, ഈ എന്ത് മൊഴി തന്നെ നൽകിയാലും അത് ഈ സർക്കാരിനെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് ഉത്തമ ബോധമുള്ളത് കൊണ്ടാണ് ശ്രീധരൻ നായരെ കൊണ്ട് അത്തരമൊരു മൊഴി കൊടുക്കാനുള്ള പ്രോംപ്റ്റിംഗ് പോലീസിന്റെ ഭാഗത്ത്. ശ്രീ എം ലിജു, ഈ പറഞ്ഞതൊക്കെ എന്തിനായിരുന്നുവെന്നും ആരാണ് ചെയ്യിപ്പിച്ചതെന്നും എന്തുകൊണ്ടാണ് ചെയ്യിപ്പിച്ചതെന്നും ഒക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞ 164 സ്റ്റേറ്റ്മെന്റ് അത് പോലീസ് അറിഞ്ഞുകൊടുത്തു എന്ന് വെച്ചാൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിഞ്ഞുകൊണ്ട് കൊടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയെ പാര വെക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടാകും. ഇതെല്ലാം പറഞ്ഞത് പ്രതിപക്ഷ നേതാവല്ല, ഗവൺമെന്റ് ചീഫ് PC ജോർജാണ് ഇന്നലെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്. അതും അവിടെ നിൽക്കട്ടെ. ശ്രീധരൻ നായർ പലതവണ മൊഴിമാറ്റി പറഞ്ഞ ആളാണെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതെങ്ങനെ ശരിയാകും? ശ്രീധരൻ നായർ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു, ഉമ്മൻചാണ്ടിയെ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സരിതാ നായരോടൊപ്പം പോയി കണ്ടിട്ടുണ്ട്. താൻ മുഴുവൻ കാര്യങ്ങളും ആദ്യം കോടതിയിൽ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരുന്നില്ല, പക്ഷേ രഹസ്യമൊഴിയിൽ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഉറച്ചു നിൽക്കുകയാണ് ശ്രീധരൻ നായർ. അതിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മറുപടി പറയേണ്ടി വരും. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വളരെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടും ശ്രീ ശ്രീധരൻ നായർ കൊടുത്തിരുന്ന പരാതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളൊന്നിനും വ്യക്തമാക്കിയിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി മുഖ്യമന്ത്രിയുടെ പ്രേരണ കൊണ്ട് പണം കൊടുത്തെന്നോ തുടങ്ങിയുള്ള ഒരു വിശദാംശങ്ങളും ഉൾപ്പെടാതെയായിരുന്നു ശ്രീധരൻ നായരുടെ ആദ്യഘട്ടത്തിലുള്ള പരാതി. പക്ഷേ ഈ വിഷയം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഈ വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും വലിയ വിവാദമായി തീരുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുന്ന സാഹചര്യം അടുത്തു കഴിഞ്ഞപ്പോൾ ശ്രീ ശ്രീധരൻ നായർ മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്ത മൊഴിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി എന്നും മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകിയതും സംശയാസ്പദമാണ് എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലേ? പലതവണ ഈ സംബന്ധിച്ച് ചർച്ചകളുണ്ടായപ്പോഴും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പരാമർശിക്കാതിരുന്ന ഒരു വ്യക്തി പ്രതിപക്ഷ പ്രക്ഷോഭം ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഗൂഢാലോചന എന്ന തലത്തിൽ മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുന്ന തരത്തിൽ പരാമർശങ്ങൾ നൽകുമ്പോൾ അതിനെ എങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കും? എം വി ജയരാജനിലേക്ക്. ശ്രീ എം വി ജയരാജൻ, പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമാണ് ശ്രീധരൻ നായർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ശ്രീധരൻ നായർ മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ മൊഴിയിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. അത്തരമൊരു ഗൂഢാലോചനയുണ്ടോ? ഗൂഢാലോചന ഇവിടെ നടത്തിയത് മുഖ്യമന്ത്രിയാണ്. അത് രാഷ്ട്രീയ ഗൂഢാലോചനയല്ല, ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചനയാണ്. ശ്രീധരൻ നായർ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് കാർഷിക വികസന ബാങ്കിൽ ഡയറക്ടറായത്. ഇപ്പോഴും കോൺഗ്രസ്സായിട്ട് തന്നെയാണ് അദ്ദേഹം കഴിയുന്നത്. കോൺഗ്രസ്സുകാരനായ ശ്രീധരൻ നായർ അദ്ദേഹത്തിൻ്റെ നേതാവിനെതിരായി ഒരു മൊഴി വെറുതെ കൊടുക്കൂല.
ഒരു കാര്യത്തിൽ ലിജുവും ഞാനും യോജിക്കും. ശ്രീധരൻ നായർ 40 ലക്ഷം രൂപ ജോപ്പാൻ മുഖേന സരിതക്ക് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ്, ആരുടെ പ്രേരണയാലാണ്? അതാണിപ്പോൾ ശ്രീധരൻ നായർ ആദ്യ സ്വകാര്യ ന്യായത്തിലൂടെ ശ്രീ എം പി ജയരാജൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ശ്രീധരൻ നായർ കണ്ടു എന്ന് പറയുന്ന തീയതി താങ്കളുടെ ശ്രദ്ധയിലേക്ക് താങ്കൾക്കറിയാമായിരിക്കും തീർച്ചയായും. 2012 ജൂലൈ 9 അതിനുശേഷം നവംബർ 26 2012 മുഖ്യമന്ത്രി രണ്ടാമത് കണ്ടു എന്ന് പറയുന്നു. എന്നാൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച 40 ലക്ഷം രൂപ കൊടുത്ത വിഷയത്തിൽ ആ കരാർ ഉണ്ടാക്കിയത് അതിനു മുൻപ് 2012 ജൂൺ 25 എന്നാണ് KM മാണി ഇന്ന് സർക്കാരിനെ പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞത്. അത് തന്നെയാണ് മുഖ്യമന്ത്രിയും സഭയിൽ പറഞ്ഞത്. അത് ഒരു പ്രീ പ്രിഫറൻസ് നോട്ടീസ് ഓഫ് ആർബിട്രേഷനായി കൊണ്ടുവന്നിട്ടുണ്ടെന്നും അക്കാര്യങ്ങൾ നിയമമന്ത്രി വിശദീകരിക്കുമെന്നുമാണ് ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത്. താങ്കൾ കേട്ട് കാണും. അതിലൊരു പുതുമയുമില്ല. 40 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അതിന് ഒരു പൂർണ്ണ ഉറപ്പുണ്ടാവണം. ആദ്യ 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പ് ശ്രീധരൻ നായർ കൊടുത്തിട്ടുണ്ട്. 39 കോടി ഉറുപ്പികയുടെ ഒരു പദ്ധതിയാണ്. 25 ലക്ഷം കൊടുത്തിട്ട് കരാറിലേക്ക് പോകുമ്പോൾ ഒരു പൂർണ്ണ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രീധരൻ നായർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രിയെ അവിടെ കാണുന്നു, സരിതയോടൊപ്പം ജോപ്പനോടൊപ്പം. എന്നിട്ട് മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ തിരക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, ഇതൊരു നല്ല പദ്ധതിയാണ്, ഗവൺമെൻറ് 60% സബ്സിഡി നൽകും. 39 കോടി ഉറുപ്പിക 60% സബ്സിഡി. നിങ്ങളെപ്പോലുള്ളവരാണ് ഇതിൽ മുതൽ മുടക്കേണ്ടത്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഈ ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടി. മുഖ്യമന്ത്രിയോടൊപ്പം ജോപ്പനും സരിതയും ശ്രീധരൻ നായരും ലിഫ്റ്റിൽ താഴെയിറങ്ങി മുഖ്യമന്ത്രിയെ യാത്രയച്ചതിന് ശേഷം വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നു. ജയരാജൻ, കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രീധരൻ നായർ പറഞ്ഞ കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. താങ്കൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെക്കാൾ വിശ്വസിക്കുന്നു ശ്രീധരൻ നായരെ. അദ്ദേഹത്തിന്റെ മൊഴി ശരിയാണെന്ന് വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി കളവ് പറയുന്നു അല്ലേ? മുഖ്യമന്ത്രി കള്ളം പറയലോ ഒന്നു മാത്രമല്ല. ആദ്യം അദ്ദേഹം പറഞ്ഞു, ഏത് സരിത, എന്ത് സരിത, ആരെ സരിത? ഒരു സരിതയെ എനിക്കറിയാം, അത് എറണാകുളത്തെ സരിത തിയേറ്ററാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, സരിതയെ ഡൽഹിയിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, എല്ലാ രേഖകളും പുറത്തു വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പത്രക്കാരുടെ കൂട്ടത്തിലെങ്ങാൻ ഒരു സരിതയെ പോലുള്ള പെണ്ണിനെ കണ്ടിരുന്നു തോന്നും, കള്ളയല്ലേ അത്? പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ ഇന്നലത്തെ ഒരു ചോദ്യം, കൊടുക്കുന്ന ചോദ്യമാണ് നമ്മുടെ തോമസ് ഐസക്ക് ചോദിച്ചത്. ജൂലൈ 9 ശ്രീധരൻ നായർ അങ്ങയെ കണ്ടിരുന്നു, ക്രഷർ വിഷയത്തിലല്ലാതെ ശ്രീധരൻ നായർ അങ്ങയെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ശ്രീധരൻ നായർ കണ്ടിട്ടില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞു, ശ്രീധരൻ നായർ കണ്ടിന്, പക്ഷേ അത് സോളാർ വിഷയത്തിലല്ല, ക്രഷർ വിഷയത്തിലാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം കോടിയേരി ചോദിച്ചു, ചോദ്യവും കുറിക്കു കൊള്ളുന്നതാണ്, ഒപ്പം സരിത ഉണ്ടായിരുന്നോ? അതിന് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ആളുണ്ടേനു എന്നാണ്. നമ്മളെല്ലാം അത് കേട്ടിട്ടില്ലേ? ജയരാജൻ, എ സജീവനിലേക്ക്. ശ്രീ സജീവൻ, മുഖ്യമന്ത്രിയുടെ വാദം നിയമസഭയിൽ, മുഖ്യമന്ത്രി ക്രഷർ യൂണിറ്റിന്റെ കാര്യത്തിന് വേണ്ടി ശ്രീധരൻ നായരെ കണ്ടു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. സോളാർ യൂണിറ്റിന് വേണ്ടി കരാറുണ്ടാക്കിയതും പണം കൈമാറിയതും മുഖ്യമന്ത്രിയുമായി ശ്രീധരൻ നായർ കാണുന്നതിന് മുൻപാണ് എന്ന് നിയമമന്ത്രി വിശദീകരിക്കുകയും ചെയ്യുന്നു. സർക്കാരിൻ്റെ വാദങ്ങൾ എത്രത്തോളം വിശ്വാസ്യമാണ്? സർക്കാരിൻ്റെ വാദങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അല്ല, ഇത്രയും തെളിവുകൾ വന്നതിന് ശേഷം വീണ്ടും ഓരോന്ന് പറയുമ്പോൾ, നേരത്തെ ശ്രീ എം വി ജയരാജൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ജനം പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. കാരണം ശ്രീധരൻ നായരേക്കാൾ കുറേ കൂടി വിശ്വസനീയനായിട്ടുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി, ആവേണ്ടതാണ്. പക്ഷേ ഇവിടെ ശ്രീധരൻ നായർ പറഞ്ഞതിനപ്പുറത്ത് മുഖ്യമന്ത്രി പലതവണ ശ്രീധരൻ നായർ അറിയില്ല എന്ന് പറഞ്ഞു, സജിതയെ അറിയില്ല എന്ന് പറഞ്ഞു, കണ്ടില്ല എന്ന് പറഞ്ഞു, ഇങ്ങനെ പലതവണ മാറ്റി പറഞ്ഞു എന്നൊരു വിഷയമുണ്ട്. ഇത് അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത് CCTV ദൃശ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് റെക്കോർഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു.